ഫ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. കുറച്ച് ദിവസമായി ഞാനൊരു ചെറിയ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് നേരത്തെ ഞാനൊരു ഷോർട്ട് ഇട്ടതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർന്നിട്ടില്ല. പിന്നെ ജൂലൈ 13 ഒരെണ്ണം കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷമേ ഇതേമാതിരി കുറച്ചൊരു സമയം നമുക്ക് വീണ്ടും എടുക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ എടുക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, ഫീലിങ്സ് എന്താണ്, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ഇത് ടൈംലെസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെപ്പോഴും പറയുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചിലർ പറയുന്നുണ്ട് ഞാൻ മാഡത്തിൻ്റെ ഇതെനിക്ക് വല്ലപ്പോഴും കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്താ കാരണമെന്ന് വെച്ചാൽ ഇതാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഓർമ്മിപ്പിക്കുകയാണേ. കുറേ നാളായതുകൊണ്ട് വീണ്ടും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് നമ്മളുടെ ഇന്നത്തെ എനർജി വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തിക്ക് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് നമുക്ക് ടവർ എന്ന കാർഡാണ്. ടവർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അല്ലാത്ത ഒരു പതറ്റിക് കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരവസ്ഥ, ഒരു കുഴിയിലേക്ക് വീണ് കിടക്കുന്ന ഒരവസ്ഥ, മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതേമാതിരിയുള്ള കുറച്ച് നല്ലതല്ലാത്ത കുറേ അവസ്ഥകളിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നു, അല്ലെങ്കിൽ കടന്നു പോയിരിക്കുന്നു. കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും അത് അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളെ വിട്ടു പിരിയേണ്ടി വന്ന ആ അവസ്ഥയാണ്. നിങ്ങളെ പിരിഞ്ഞ ആ അവസ്ഥയിൽ നിന്നാണ് ഈ ആൾക്ക്, ഈ ഹി ഓർ ഷി ആരായാലും ഇയാൾക്ക് ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഇനി ചില ആളുകൾ സെപ്പറേഷൻ വരെ എത്തിയ ആൾക്കാരെ നമുക്കിതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് ഇനി അടുത്ത കാർഡ്സ് നോക്കുമ്പോൾ മനസ്സിലാവും. എന്നാൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ നമ്മൾ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഈ പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, ആ സ്പാർക്ക് വിട്ടുപോയിട്ടില്ല ഇപ്പോഴും എന്നാണ്. ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. പണ്ട് എങ്ങനെയാണോ നിങ്ങളെ സ്നേഹിച്ചിരുന്നത്, ഒരു പക്ഷേ അത് ചില സമയം കൂടുതൽ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു അധികം ആയിട്ടുണ്ടാവില്ല, എങ്കിൽ ചില ആളുകൾക്ക് അത് കുറച്ച് സമയമായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിലും നിങ്ങളെ ഇങ്ങനെ സ്പാർക്കോട് കൂടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹം സത്യമായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ പറയേണ്ടി വരുന്നത്. ആ സത്യമായ സ്നേഹത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എത്ര വിട്ടുപോയാലും നമ്മളുടെ മനസ്സിൽ അത് ഒരു സ്പാർക്കായിട്ട് കിടക്കും. അപ്പോൾ ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിലോ മറ്റോ ഉള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പക്ഷേ നിങ്ങളോട് തൽക്കാലം ഒന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയിൽ വന്നിരിക്കാം എന്നാണ് കാണിക്കുന്നത്. അതെ, ഇപ്പോൾ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ധനമെന്ന് പറയുന്നത് പുറകെ ചെല്ലുന്നു എന്നാണ് കാണിക്കുന്നത്. എന്നാൽ പുറകെ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയ്ക്കും സഫിഷ്യൻ്റായി അല്ലെങ്കിൽ എഫിഷ്യൻ്റായി ആൾ. അപ്പോൾ അതുപോലെ ഉള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ, അതായത് പണ്ട് അനുഭവിച്ചിട്ടുള്ള കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഒരു സക്സസ് കാണിക്കുന്നുണ്ട്. പക്ഷേ പണ്ട് കുറേ വിഷമങ്ങൾ ഇതിൽ അനുഭവിച്ചിരുന്നു. അത് ഫിനാൻസിൻ്റെ വിഷയത്തിലായിരിക്കാം, അതല്ലെങ്കിൽ കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം, ഒരു പക്ഷേ ബിസിനസ് പൊളിഞ്ഞു പോയതാകാം. എന്ത് കാര്യങ്ങൾ തന്നെയാണെങ്കിലും ശരി, കരിയർ അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ട് ഒക്കെ തകർന്നിരുന്ന ഒരു ആളുടെ ഒരു ദയനീയ അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതാണ് കുഴിയിൽ വീണ് കിടക്കുന്നതിൻ്റെ ഒരു കാരണം.
സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം, അതിൽ നിന്ന് സമ്പത്തിക്കുന്ന എല്ലാം നഷ്ടപ്പെടും. നമുക്കവിടെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ അവിടെ എല്ലാം നഷ്ടപ്പെടുകയാണ്. സ്നേഹം നഷ്ടപ്പെടുന്നു, അഭിമാനം നഷ്ടപ്പെടുന്നു. നമ്മൾ മാനസികമായിട്ട് വല്ലാത്ത ഒരു സമ്മർദ്ദത്തിൽ അനുഭവിക്കുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ധാരാളം ധനം വന്നു ചേർന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു ടീം ആയിട്ടുള്ള ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിട്ടുണ്ടെന്ന് കാണുന്നു. അതുപോലെ അവരുമായിട്ടെല്ലാം വളരെ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സന്തോഷമായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാ കാലവും നമുക്കൊരുപോലെയല്ല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് നമുക്ക് ഈ കാർഡ്സ് ഇന്ന് തന്നിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വളരെയധികം ബോൾഡായിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ മാത്രമല്ല, നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ വ്യഥയുണ്ട്, അവിടെ നിങ്ങളെ നേടിയെടുക്കാൻ കഴിയാത്ത ചില സങ്കടങ്ങളുണ്ട്. അന്ന് നിങ്ങളോട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനോ നിങ്ങളുടെ ഫാമിലിയിൽ വന്നിട്ട് അത് സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ മാറിയിരിക്കുന്നു ഇപ്പോൾ എന്നാണ്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ആ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളർന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. വളരെയധികം വളർന്നിരിക്കുന്നു. അവിടെയും മിസ്സിങ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുണ്ട്, നല്ലപോലെ വിഷമമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു ചിന്ത ആളെ വല്ലാതെ മതിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ആൾക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കൂടി നോക്കാം. ഇവിടെ സീക്രട്സ് കാണിക്കുന്നുണ്ട്. ഐ ഹാവൻറ്റ് ടോൾഡ് യു എവരിത്തിങ് എന്നാണ് പറയുന്നത്. അതായത് എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒളിച്ചു വെച്ചിരുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറയാനാവുമായിരുന്നില്ല ആ ഒരു സന്ദർഭത്തിൽ. അങ്ങനെയാണ് പറയുന്നത്. അതായത് നിങ്ങൾ പലപ്പോഴും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എന്നോട് എന്താ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ സമയങ്ങളിലെല്ലാം മൗനം പാലിച്ചിരുന്നു എന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ വേറെ റീസൺസ് പറഞ്ഞിരുന്നു, അതിനെന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞിരുന്നു, അതിൽ നിന്നെല്ലാം എസ്കേപ്പ് ചെയ്തു പോയിരുന്നു എന്നാണ്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗെറ്റ് ഹാർഡ്. ഈ ഹാർഡ് സിറ്റുവേഷൻ ഗോട്ട് ഹാർഡ് എന്ന് വെച്ചാൽ ഈ ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതിനെ ഒന്ന് മറികടക്കുവാൻ നിങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോയ ആ വ്യക്തിയുടെ ഫീലിങ്സാണ് നമുക്കിവിടെ കാണുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഈ സിറ്റുവേഷനിൽ വളരെ ബ്രോക്കണായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ വളരെയധികം എന്താ പറയുക, ഷാറ്റേഡ് ആകുക എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറിപ്പോയിരുന്ന എന്തോ ഒരവസ്ഥയാണ്. ഞാൻ വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിരുന്നു, വിഷമങ്ങൾ അനുഭവിച്ചിരുന്നു. എനിക്ക് ആരോടും പറയാൻ കഴിയാത്ത അത്രയും കഠിനമായ വേദനകൾ ഞാൻ അത് സഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോടൊന്നും പറയാൻ കഴിയാത്ത അതെല്ലാം മനസ്സിൽ ഉള്ളിൽ വെച്ച് നിങ്ങൾ പറയുന്നതിന് മറുപടി പോലും തരാതെ ഒളിച്ചോടിപ്പോയ ഒരു വ്യക്തിയെയാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് നിങ്ങളെ. അതായത് ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡിൻ കെയർ. നിങ്ങളെ കെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കുറ്റബോധം ഈ വ്യക്തിക്ക് ഇപ്പോൾ നല്ലതുപോലെ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഒരു കാര്യവും എനിക്ക് നിന്നോട് പറയാൻ കഴിയുമായിരുന്നില്ല, ഒരു ദിവസം സുപ്രഭാതത്തിൽ പെട്ടെന്നായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുക എന്ന് കാണിക്കുന്നുണ്ട്. ഈഗോ എന്ന കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഈഗോ അവിടെ വന്നിട്ടുണ്ട്. കാരണം നീ വിചാരിച്ചു ഞാൻ വളരെ ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നീ ധരിച്ചത്. അതുകൊണ്ട് തന്നെ നീ കുറച്ച് ഗോസിപ്പുകളും എന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കി എന്ന് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഗോസിപ്പുകൾ പറഞ്ഞുണ്ടാക്കി എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഈ മൗനം പാലിച്ച് അകന്ന് മാറിപ്പോയ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ധാരണ ഉണ്ടായിരുന്നു. ഈ വ്യക്തിക്ക് ഇപ്പോൾ വേറെ ആരോ ബന്ധമുണ്ട്, ആ ബന്ധം ഉള്ളത് കൊണ്ടാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിൽ വന്നത് മൂലം നിങ്ങൾ ഒരു പക്ഷേ ഈ വ്യക്തിയോട് പറഞ്ഞു കാണും, നിങ്ങൾ ഇങ്ങനെയല്ലേ, നിങ്ങളങ്ങനെ ഞാൻ കണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പോകുന്നുണ്ടല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നിങ്ങൾ അന്യോന്യം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഈ വ്യക്തിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി. കുറച്ച് ഈഗോ ഇവിടെ ക്ലാഷ് വന്നു എന്ന് കാണിക്കുന്നുണ്ട്. എന്നാലും നീ ഇതൊക്കെ എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നീ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും
എനിക്ക് നിന്നെ ഈ ഒരു ഇതിൽ നിന്ന് മാറാനോ എനിക്ക് മറക്കാനോ കഴിയില്ല. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു വിഷയം എന്ന് ഇയാളിപ്പോഴും ധരിക്കുന്നു. അതിനുള്ള ഒരു ആത്മവിശ്വാസം നേടിയിരിക്കുന്നു, ഒരു കോൺഫിഡൻസ് നേടിയിരിക്കുന്നു. സാമ്പത്തികം കൈകളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനുള്ള ധൈര്യം വന്നതെന്നാണ് കാണിക്കുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച് ഹാബിറ്റ്സ്. എന്തെങ്കിലും മാറ്റം നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ സ്വഭാവമൊക്കെ മാറി ഇനിയിപ്പോൾ പണ്ടത്തെ മാതിരിയാണോ എന്നൊന്നുള്ള കാര്യം എനിക്കറിയില്ല. എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ആൾ പറയുന്നത്. വളരെ പ്രതീക്ഷയുണ്ട്. ഐ ഹാവൻ ഗിവൺ അപ്പ് ഓൺ യെസ് യെറ്റ്. ഇനി നിങ്ങൾ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത് എങ്കിലും ഞാൻ നിന്നെ ഇപ്പോഴും ആ പ്രതീക്ഷയിൽ നിൽക്കുന്നു എന്നാണ്. അപ്പോൾ ആ പ്രതീക്ഷ ഇപ്പോഴും ഈ വ്യക്തിക്ക് നല്ലതുപോലെ ഉണ്ട്. നിങ്ങളെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആബ്സെൻസ് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇവരെ വളരെയധികം വേദനിപ്പിക്കുന്നു ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സെൽഫ് ലവ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. എന്താണ് സെൽഫ് ലവ് ചെയ്യുന്നത്? സെൽഫ് ലവ് ചെയ്യാൻ കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വിഷയം സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ ഒരു ട്രോമ, സാമ്പത്തികത്തിൻ്റെയും മറ്റു വിഷയങ്ങളിലും വന്ന അപമാനം, അപഹാസ്യം, എൻ്റെ ആ വേദനകൾ ഒക്കെ എനിക്ക് വളരെയധികം മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ഒരു സെൽഫ് ലവ് ചെയ്ത് ഞാൻ അതിനെ ക്യൂറാക്കിക്കൊണ്ടുവരികയാണ്. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് സമയം അതിനുവേണ്ടി ഇപ്പോൾ എടുക്കുന്നു. ഞാൻ എൻ്റെ സെൽഫ് ലവിലേക്ക്, എൻ്റെ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇൻസെപ്പറബിൾ പറയുന്നുണ്ട്. എന്നാലും എവിടെ ആയിരുന്നാലും എത്ര എന്നെ അകലെയായിരുന്നാലും ഒരിക്കലും നമ്മൾ അത് സെപ്പറേഷൻ ആകാൻ നമുക്ക് കഴിയില്ല എന്നാണ്. സെപ്പറേഷൻ ആകാൻ കഴിയാത്ത കാരണം എന്താണ്? നമ്മളുടെ സ്നേഹം അത്രയും ദൃഢമാണ്. എത്ര ദൂരെ ഇരുന്നാലും ആ സ്നേഹത്തിന് ഒരു പോറൽ പോലും സംഭവിക്കില്ല എന്നാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ഗൈഡൻസ് മെസ്സേജ് തരുന്നത് ഇതാണ്. 10 of Pentacles ആണ്. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടോ മാറിപ്പോയ 2 വ്യക്തികളെ കുറിച്ചാണ് നമ്മളിവിടെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് നമുക്ക് ഡിവൈൻ തരുന്ന മെസ്സേജ് എന്തെന്ന് ചോദിച്ചാൽ 10 of Pentacles ആണ്. എല്ലാ ഐശ്വര്യത്തോടെയും സമ്പൂർണമായ ആ ഒരു സിറ്റുവേഷനിലൂടെയും നിങ്ങൾക്ക് ലൗകികവും ഭൗതികവുമായ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയും ഫാമിലിയോടുകൂടി നിങ്ങൾ സുഖമായി ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം വരാൻ പോകുന്നു എന്നാണ്. 10 of Pentacles ഫാമിലിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ സിംഗിൾ ആകാം, അതല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഇനി അതല്ല, ഇനി അതർ റിലേഷൻഷിപ്പ് എന്താണെങ്കിലും ശരി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് പോലെ എടുക്കുക. അങ്ങനെ ഇത് വളരെ നല്ല ഒരു ശുഭമായ അവസ്ഥയിലേക്ക് വന്നു ചേരും എന്ന് ഡിവൈൻ ആ മെസ്സേജ് നമുക്ക് തരുന്നു. ഇന്ന് നമുക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത്. കുറച്ച് വളരെ വേദനയും നെഗറ്റീവായിട്ടുള്ള വിഷമങ്ങളും ഒക്കെ നമ്മൾ ആദ്യം കണ്ടു. അതിൽ നിന്നെല്ലാം വളരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള, വളരെ സമാധാനം തരുന്ന രീതിയിലുള്ള ലാസ്റ്റ് കാർഡ് ഗൈഡൻസ് മെസ്സേജ് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഡിവൈൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളെ റീഡിങ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.